ഈ ഡയറക്ടർ ആയതുകൊണ്ട് ചില കുഴപ്പങ്ങൾ അതിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അത് പ്രത്യേകിച്ച് ഒരു അഭിനയിക്കാൻ വിളിക്കുമ്പോൾ വേറെ സംവിധായകൻ അവൻ ഡയറക്ടറാണ്, അവനോട് വന്ന് കൈ കടത്തും, ഇങ്ങനെ ചിന്തിക്കാം. അത് പക്ഷെ ഒരു പല ക്യാമറമാൻമാരും നമുക്ക് പല എക്സാമ്പിൾസ് ഉണ്ട്. ഒരു ക്യാമറാമാൻ ഒരു സിനിമ സംവിധായകനായി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ക്യാമറാമാൻ ആയിട്ടുള്ള വർക്കുകൾ കുറയുന്നത് നമ്മൾ കാണുന്നിട്ടുണ്ട്. അതൊരു പരസ്യമായ രഹസ്യമാണ്. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു സംവിധായകനായ ശേഷം പിന്നീട് അവർ നടക്കുന്ന രീതിയിലുള്ള ഒരു അവസരങ്ങൾ കുറയുന്ന പോലെ എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ അങ്ങനെ ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മളിപ്പോ ഞാൻ ശരിക്കും പറഞ്ഞ ആക്ടറിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു സാധനമുണ്ട്. ഞാൻ ബേസിക്കലി എല്ലാരും പറയുന്നൊരു കാര്യമാണ്, എന്റെ സർക്കിളുമായിട്ട് അടുത്ത് നിൽക്കുന്ന എല്ലാരും പറയുന്ന കാര്യം, ഞാൻ ഭയങ്കര ഉഴപ്പനായിട്ടൊരു മനുഷ്യനാണ് എന്നാണ്. എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഒന്നിനു വേണ്ടിയിട്ടും അതിനുവേണ്ടി ഒരു ഭയങ്കരമായ തീവ്രമായി ഞാൻ ശ്രമിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ ഡയറക്ഷൻ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്യാനായിട്ട് 101 ചോദ്യങ്ങളാണ് എൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരുപാട് നാളെ കഥ ഇങ്ങനെ കൊണ്ടു നടക്കുകയും ഒക്കെ, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി കുറെ സ്ട്രഗിള് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഓരോ സിനിമ തുടങ്ങി കഴിഞ്ഞാൽ അതെല്ലാം സ്ട്രഗിള് തന്നെയാണ്. പക്ഷെ സിനിമ സംഭവിക്കണമെങ്കിൽ അതിൽ എന്തായാലും ഒരു എഫേർട്ട് ഇടാതെ ഒരിക്കലും നടക്കില്ല. സഖാവായാലൊക്കെ വലിയ വലിയ സിനിമകൾ ചെയ്തിട്ടുണ്ട്, കൊച്ചു സിനിമകളല്ല ഞാൻ പറഞ്ഞ, കൊച്ചു അത്യാവശ്യം സ്റ്റാർ കാസ്റ്റിലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു എഫേർട്ട് ഉഴപ്പനെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ എന്താ പറയാ, അതിനകത്ത് എനിക്കത് ഞാൻ ഇത്രയും ചെയ്തപ്പോ തന്നെ എനിക്ക് ഇത്രയും ഉണ്ടായിരുന്നു, ചില സാധനങ്ങൾ, ചില റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും നന്നായിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ശരിക്കും എനിക്ക് കുറച്ചുകൂടെ ഒരു ഇത് ചെയ്യാമായിരുന്നു എന്ന്, കൂടുതൽ സിനിമകൾ ചെയ്യാമായിരുന്നു, കൂടുതൽ സിനിമകളോ അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ആക്ടിങ്ങിന്റെ ആണെങ്കിൽ പോലും അത് ഇപ്പൊ ഞാൻ ഒരു 10 പേരോട് അല്ലെങ്കിൽ ഇപ്പൊ നല്ല ഡയറക്ടേഴ്സിനോട് പോയിട്ട് എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് അഭിനയിക്കാൻ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ചെയ്തതിനേക്കാൾ കൂടുതൽ സിനിമകൾ എനിക്ക് ചെയ്യാമായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്യാതിരുന്നത് ഒരു മോശമാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അല്ലെങ്കിൽ ചോദിക്കുന്ന മോശമാണെന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. അവസരങ്ങൾ ചോദിച്ചാൽ മാത്രമേ നമുക്ക്, ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ചിലപ്പം അദ്ദേഹം ഡയറക്ഷനിലായിരിക്കും, സിദ്ധാർത്ഥ ഡയറക്ഷനിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, പുള്ളിക്ക് ആക്ടിങ് താല്പര്യമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. പിന്നെ ഓഫ് കോഴ്സ് ഇതൊരു നമ്മളെ ഒരു മീൻസ് ഓഫ് നമ്മുടെ ഒരു ഫുഡ് കൂടെ ആയതുകൊണ്ട് നമ്മുടെ ഒരു നിലനിൽപ്പിന്റെ ഒരു ആവശ്യം കൂടെയാണല്ലോ. അപ്പം ആക്ടിങ് എനിക്ക് കൊണ്ടിരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫിനാൻഷ്യൽ ഒരു എന്താ പറയുക സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നുണ്ട്. ആക്ടിങ്ങിൽ കൂടെയാണ് കിട്ടുന്നത്. പലപ്പോഴും ഞാൻ ആക്ടിങ്ങിലൂടെ കിട്ടുന്ന പൈസ കൊണ്ടാണ് പലപ്പോഴും ഞാൻ സിനിമകൾ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ 9 സിനിമകൾ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 3 സിനിമകളാണ് ഒരു ഭയങ്കര കൊമേഴ്സ്യലി ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളത്. ബാക്കിയൊക്കെ ഒരു എന്റേതായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് വ്യൂഹം അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ സെറ്റപ്പിലാണ് ഞാൻ ചെയ്തിട്ടുള്ളതല്ല. അപ്പൊ അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഫുള്ളി ആക്ടിങ്ങിലൂടെയാണ്. അപ്പൊ ഞാൻ അഭിനയിക്കുന്നതിന്റെ ഒരു കാരണം, ഞാൻ അഭിനയിക്കുന്ന പൈസ വെച്ച് ഞാൻ സ്ഥലം വാങ്ങിച്ചിട്ടില്ല, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിട്ടില്ല. ഞാൻ ആകെ ഇട്ടിട്ടുള്ള വേറെ സിനിമകൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ സിനിമയിലാണ് ഞാൻ നിക്ഷേപിച്ചിട്ടുള്ളത്. ശരിക്കും ഒരു പാഷൻ എന്ന് പറയുന്നത് ശരിക്കും 100% പാഷനേറ്റ് ആയിട്ടുള്ള, ശരിക്കും സ്വന്തമായിട്ടുള്ള ഇഷ്ടമുള്ള സിനിമകൾ സംവിധാനം ചെയ്യും. ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ബെസ്റ്റ് ഡയറക്ടർ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയൊക്കെ ഇതെല്ലാം പ്രൊഡക്ഷൻ ഞാൻ തന്നെയാണ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ പ്രൊഡക്ഷൻ ആണെന്ന് ചോദിച്ചൊന്നുമല്ല, കുറെ സുഹൃത്തുക്കള് നമുക്ക് കൂട്ടായ്മയിലുണ്ടാകുന്ന സിനിമകളാണ്. അപ്പൊ അത്തരം സിനിമകള് ഉണ്ടാക്കാനായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഞാൻ അഭിനയിച്ച സിനിമകൾ തന്നെയാണ്. ഒബ്വിയസ്ലി ഒരു എന്താ പറയാ, നല്ല പ്രൊഡക്ഷനിലുള്ള സിനിമയിൽ പോയി ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന പൈസ തന്നെയാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ സ്വന്തം സിനിമ സംവിധാനം ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ഫുള്ളി കോൺഫിഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺവിൻസ്ഡ് ആയിട്ടുള്ള സിനിമകളെ ചെയ്യുള്ളൂ. അഭിനയിക്കാൻ പോകുമ്പോൾ അങ്ങനെ ഒന്നും നോക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എപ്പോഴെങ്കിലും ഇഷ്ടമില്ലാത്ത സിനിമയായിരിക്കാം, ഇഷ്ടമില്ലാത്ത സ്ക്രിപ്റ്റ് ആയിരിക്കാം. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ പണത്തിന് വേണ്ടിയാലും പോയി അഭിനയിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഉള്ളിലൊരു സംവിധായകന്റെ ഒരു എന്താ പറയാ, സംവിധായകന് ഒരു രോഷം വരാറുണ്ടോ? എനിക്ക് സംവിധായകനായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ അതിനകത്തുള്ള ഒരു സംവിധായകന്റെ രോഷത്തേക്കാൾ കൂടുതൽ ഒരു കാണിയുടെ രോഷമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. കാര്യം എന്താ അറിയോ, അതിനകത്ത് ഞാനതിനെ കാണുന്ന ഒരു സംവിധായകന്റെ പോയിന്റ് ഓഫ് വ്യൂവിലല്ല, ഞാനിതൊരു പ്രേക്ഷകന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്നത് അയ്യോ ഇത് ബോറാണല്ലോ എന്ന് തോന്നിയിട്ടുണ്ട് പല സാധനങ്ങളും. അയ്യോ ഇത്, അപ്പം ഞാൻ ഡയറക്ടറോട് സംസാരിക്കും, ചേട്ടാ ഇങ്ങനെ ഈ ഒരു സംഭവം ഞാൻ ഇത്രയും ഓവറാക്കി ചെയ്യണോ, അത് കുഴപ്പമില്ല അതങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ആഫ്റ്റർ ഓൾ അത് അദ്ദേഹത്തിന്റെ ഒരു വിഷനാണത്. അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യും. പക്ഷെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ചിലത് എനിക്ക് കൺവിൻസ്ഡ് ആവാറുണ്ട്, ചിലത് ഞാൻ പറയുന്നത് അവർക്ക് കൺവിൻസ്ഡ് ആവാറുണ്ട്. അപ്പൊ
അപ്പൊ അങ്ങനെയുള്ള ഒരു ചർച്ചകളിലൂടെയൊക്കെ ഇതാവാറുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ ഇടപെടില്ല എങ്കിലും തോന്നുന്നത് ഒരു പരിധി അതെ. പക്ഷെ എപ്പോഴും ഞാനൊരു ഡയറക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാനൊരു പ്രേക്ഷകന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ പലപ്പോഴും കാണുന്നത്. ഞാൻ സിനിമ കാണുമ്പോൾ ഞാൻ അഭിനയിക്കാത്ത ഒരു സിനിമ ഞാൻ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറ്.